ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ടാലന്റ് അക്കാഡമിയുടെ ഡെയിലി കറണ്ട് അഫയേഴ്സ് സെഷനിലേക്ക് സ്വാഗതം. എന്റെ പേര് കിരൺ. നമുക്ക് നേരെ ഇന്നത്തെ ഡിസ്കഷൻ ആരംഭിക്കാം. നമ്മൾ ഇന്ന് ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് ഒരു റിപ്പോർട്ടാണ്. ആ റിപ്പോർട്ടിന്റെ പേര് സ്റ്റേറ്റ് ഓഫ് ഗ്ലോബൽ എയർ എന്നാണ്. സ്റ്റേറ്റ് ഓഫ് ഗ്ലോബൽ എയർ സോഗ 2020 റിപ്പോർട്ട്. ഈ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുന്നത് അമേരിക്കയിലെ ഹെൽത്ത് എഫക്ട്സ് ഇൻസ്റ്റിറ്റ്യൂട്ടും അതുപോലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത് മെട്രിക്സ് ആൻഡ് ഇവാലുവേഷൻസിന്റെ ഗ്ലോബൽ ബർഡൻ ഓഫ് ഡിസീസും ചേർന്നാണ്. അപ്പോ ഈ റിപ്പോർട്ട് പ്രകാരം 2019 എയർ പൊല്യൂഷൻ എക്സ്പോഷറിൽ ഏറ്റവും മുന്നിലുള്ള രാജ്യം, ലോകത്തിൽ ഏറ്റവും മുന്നിലുള്ള രാജ്യം ഇന്ത്യയാണ്. അപ്പൊ 2019 എയർ പൊല്യൂഷൻ എക്സ്പോഷറിൽ ഏറ്റവും മുന്നിലുള്ള രാജ്യം സോഗ റിപ്പോർട്ട് പ്രകാരം 2019 എയർ പൊല്യൂഷൻ എക്സ്പോഷറിൽ ഏറ്റവും മുന്നിലുള്ള രാജ്യം ഇന്ത്യയാണ്. രണ്ടാമത് നേപ്പാളാണ്. മൂന്നാമത് ആഫ്രിക്കൻ രാജ്യമായ നൈജറാണ്. അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് ഒരു COVID-19 പരിശോധനാ യന്ത്രത്തെ പറ്റിയാണ്. COVID-19 ഡയഗ്നോസ്റ്റിക് മെഷീൻ. അതിന്റെ പേര് കോവി റാപ്പ് എന്നാണ്. 2020 ഒക്ടോബറിൽ ICMR ഇന്ത്യൻ കൌൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ചിന്റെ അംഗീകാരം ലഭിച്ച COVID-19 ഡയഗ്നോസ്റ്റിക് മെഷീനാണ് കോവി റാപ്പ് എന്നുള്ളത്. ഈ ഡയഗ്നോസ്റ്റിക് മെഷീൻ വികസിപ്പിച്ചിരിക്കുന്നത് IIT ഖരഗ്പൂരിലെ ഗവേഷകരാണ്. അപ്പോൾ 2020 ഒക്ടോബറിൽ COVID-19 പ്രതിരോധത്തിന്റെ ഭാഗമായിട്ട് ICMR അംഗീകാരം നൽകിയ COVID-19 ഡയഗ്നോസ്റ്റിക് മെഷീനാണ് കോവി റാപ്പ് എന്നുള്ളത്. അടുത്ത് ഡിസ്കസ് ചെയ്യുന്ന ഒരു പുതിയ പദ്ധതിയാണ്. അതിന്റെ പേര് ആയുഷ്മാൻ സഹാകർ എന്നാണ്. ആരോഗ്യ മേഖലയിൽ സഹകരണ സംഘങ്ങൾക്ക് കൂടുതൽ സഹായം ലഭ്യമാക്കുന്നതിനായിട്ട് NCDC നാഷണൽ കോഓപ്പറേറ്റീവ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ആരംഭിച്ച പുതിയ പദ്ധതിയാണ് ആയുഷ്മാൻ സഹാകർ എന്നുള്ളത്. അപ്പോൾ ആരോഗ്യ മേഖലയിൽ സഹകരണ സംഘങ്ങൾക്ക് കൂടുതൽ സഹായങ്ങൾ ലഭ്യമാക്കുന്നതിനായിട്ട് NCDC ആരംഭിച്ച പുതിയ പദ്ധതിയാണ് ആയുഷ്മാൻ സഹകർ എന്നുള്ളത്. അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് 2020 ഒക്ടോബറിൽ ഇന്ത്യൻ നാവികസേന കമ്മീഷൻ ചെയ്യുന്ന യുദ്ധക്കപ്പലാണ് INS കവരറ്റി. അപ്പൊ അത് ഓർമ്മിച്ച് വെച്ചിരിക്കുക. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ഇന്ത്യൻ നാവികസേനയുടെ യുദ്ധക്കപ്പലാണ് INS കവരറ്റി. ആന്റി സബ്മറൈൻ വാർഫെയർ സ്റ്റെൽത്ത് കോവേർട്ട് വിഭാഗത്തിൽ പെടുന്ന കപ്പലാണ് INS കവരറ്റി. അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് പൂനെയിലെ അഗാർക്കർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ശാസ്ത്രജ്ഞർ വികസിപ്പിച്ച ഒരു ഹൈ ഈൽഡിംഗ് വെറൈറ്റി ആയ ഗോതമ്പിനത്തെ പറ്റിയാണ്. അതിന്റെ പേര് MACS 6478 എന്നാണ്. അപ്പോ പൂനെയിലെ അഗാർക്കർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ശാസ്ത്രജ്ഞർ വികസിപ്പിച്ച ഒരു ഹൈ ഈൽഡിംഗ് ഗോതമ്പിനമാണ് MACS 6478 എന്നുള്ളത്. അടുത്ത് ഡിസ്കസ് ചെയ്യുന്ന ഒരു വെബ് പോർട്ടലാണ്, ഒരു വെബ്സൈറ്റ് ആണ്. അതിന്റെ പേര് QRED എന്നാണ്. CSIR അഷേർഡ് റീപർപ്പസ്ഡ് ഡ്രഗ്സ് എന്നാണ് അതിന്റെ ഫുൾ ഫോം. കോവിഡ് പ്രതിരോധത്തിന് ഉപയോഗിക്കുന്ന മരുന്നുകൾ, അതുപോലെ തന്നെ വിവിധ ചികിത്സാ രീതികൾ, ഇവയൊക്കെ ഉൾപ്പെടുത്തി CSIR കേന്ദ്ര സർക്കാരിന് കീഴിലെ CSIR കൌൺസിൽ ഓഫ് സയന്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ച് തയ്യാറാക്കിയ ഒരു വെബ്സൈറ്റ് ആണ് QRED എന്നുള്ളത്. QREDന്റെ ഫുൾ ഫോം CSIR അഷേർഡ് റീപർപ്പസ്ഡ് ഡ്രഗ്സ് എന്നാണ്. CSIRന്റെ ആസ്ഥാനം ഡൽഹിയിലാണ് നമുക്കറിയാം. CSIRന്റെ നിലവിലെ ഡയറക്ടർ ജനറൽ ഡോക്ടർ ശേഖർ സി മാന്തയാണ്. അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് കുറച്ച് പുരസ്കാരങ്ങളാണ്. അതിലൊന്നാണ് അമേരിക്കയിലെ നാഷണൽ അസോസിയേഷൻ ഫോർ ദി എഡ്യൂക്കേഷൻ ഓഫ് ഹോംലെസ് ചിൽഡ്രൻ ആൻഡ് യൂത്ത് നൽകുന്ന സാന്ദ്രാനീസ് ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ്. 2020 ഈ പുരസ്കാരത്തിന് അർഹനായിരിക്കുന്നത് ഇന്ത്യൻ അമേരിക്കൻ മനുഷ്യാവകാശ പ്രവർത്തകനായ ഹരീഷ് കൊട്ടേച്ചയ്ക്കാണ്. അപ്പോ ശ്രീ ഹരീഷ് കൊട്ടേച്ചയ്ക്കാണ് 2020 നാഷണൽ അസോസിയേഷൻ ഫോർ ദി എഡ്യൂക്കേഷൻ ഓഫ് ഹോംലെസ് ചിൽഡ്രൻ ആൻഡ് യൂത്ത്, അമേരിക്കയിലെ നാഷണൽ അസോസിയേഷൻ ഫോർ ദി എഡ്യൂക്കേഷൻ ഓഫ് ഹോംലെസ് ചിൽഡ്രൻ ആൻഡ് യൂത്തിന്റെ സാന്ദ്രാനീസ് ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് ലഭിച്ചിരിക്കുന്നത്. അദ്ദേഹം അമേരിക്കയിലെ ഹിന്ദു ചാരിറ്റീസ് ഫോർ അമേരിക്ക എന്ന സംഘടനയുടെ സ്ഥാപകനാണ്. അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് മറ്റൊരു പുരസ്കാരമാണ്. കേന്ദ്ര ഊർജ്ജ മന്ത്രാലയത്തിന് കീഴിലെ പവർ ഗ്രിഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡിന്റെ ഓപ്പറേഷൻസ് ഡയറക്ടറായ ശ്രീമതി സീമ ഗുപ്തയ്ക്ക് അമേരിക്കയിലെ ബിസിനസ് അവാർഡായ ഗോൾഡ് സ്റ്റീവ് അവാർഡ് ലഭിച്ചിരിക്കുകയാണ്. ആനുവൽ സ്റ്റീവ് അവാർഡ് ഫോർ വിമൻ ഇൻ ബിസിനസിൽ ലൈഫ് ടൈം അച്ചീവ്മെന്റ് ബിസിനസ് കാറ്റഗറിയിലാണ് സീമ ഗുപ്തയ്ക്ക് ഗോൾഡ് സ്റ്റീവ് അവാർഡ് 2020 ലഭിച്ചിരിക്കുന്നത്. അപ്പോ അമേരിക്കയിലെ ബിസിനസ് അവാർഡായ ഗോൾഡ് സ്റ്റീവ് അവാർഡ് 2020 ലഭിച്ച ഇന്ത്യക്കാരി ആരാണ്? കേന്ദ്ര ഊർജ്ജ മന്ത്രാലയത്തിന് കീഴിലെ പവർ ഗ്രിഡിന്റെ ഓപ്പറേഷൻസ് ഡയറക്ടറായ സീമ ഗുപ്തയ്ക്കാണ്. കേന്ദ്ര ഊർജ്ജ മന്ത്രാലയത്തിന് കീഴിലെ സ്ഥാപനമാണ് പവർ ഗ്രിഡ് എന്ന് നമ്മൾ പറഞ്ഞു. കേന്ദ്ര ഊർജ്ജ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന കേന്ദ്ര മന്ത്രി ആരാണ്? ശ്രീ RK സിംഗ് ആണ്. അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് കേന്ദ്ര ട്രൈബൽ മന്ത്രാലയത്തിന് കീഴിലെ
ട്രൈഫഡ് ട്രൈബൽ കോഓപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഡെവലപ്മെന്റ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ MD ആയ ശ്രീ പ്രവീർ കൃഷ്ണയെ പറ്റിയാണ്. വേൾഡ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് കോൺഗ്രസിന്റെ CEO ഓഫ് ദി ഇയർ ആൻഡ് വിഷണറി ലീഡർഷിപ്പ് അവാർഡ് 2020 ലഭിച്ചിരിക്കുന്നത് ട്രൈഫഡിന്റെ MD ആയ പ്രവീർ കൃഷ്ണയ്ക്കാണ്. അപ്പോ കേന്ദ്ര ട്രൈബൽ മന്ത്രാലയത്തിന് കീഴിലെ ട്രൈഫഡിന്റെ MD ആയ ശ്രീ പ്രവീർ കൃഷ്ണയ്ക്ക് 2020 വേൾഡ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് കോൺഗ്രസിന്റെ CEO ഓഫ് ദി ഇയർ ആൻഡ് വിഷണറി ലീഡർഷിപ്പ് അവാർഡ് ലഭിച്ചിരിക്കുകയാണ്. അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് മുംബൈ സ്വദേശിനിയായ 13 വയസ്സുകാരി ആഷ്നി ഹാൻസ്പാലിനെ പറ്റിയാണ്. ഫെഡറേഷൻ ഓഫ് ഇന്റർനാഷണൽ ഓട്ടോമൊബൈൽസ് FIA സബ്സിഡറി ആയ FIA ഗേൾസ് ആൻഡ് ട്രാക്കിന്റെ ഫ്രാൻസിൽ നടന്ന ദ റൈസിംഗ് സ്റ്റാർസ് പ്രോഗ്രാമിൽ മോസ്റ്റ് ഡിസർവിംഗ് ആൻഡ് ഇംപ്രസീവ് ന്യൂ ഡ്രൈവർ എന്ന ബഹുമതി നേടിയ മുംബൈ സ്വദേശിനിയാണ് ആഷ്നി ഹാൻസ്പാൽ. അപ്പോ ഫെഡറേഷൻ ഓഫ് ഇന്റർനാഷണൽ ഓട്ടോമൊബൈൽസിന്റെ ഗേൾസ് ഓൺ ട്രാക്കിന്റെ ഫ്രാൻസിൽ നടന്ന ദ റൈസിംഗ് സ്റ്റാർസ് പ്രോഗ്രാമിൽ മോസ്റ്റ് ഡിസർവിംഗ് ആൻഡ് ഇംപ്രസീവ് ന്യൂ ഡ്രൈവർ എന്ന ബഹുമതി നേടിയ മുംബൈ സ്വദേശിനി ആരാണ്? ആഷ്നി ഹാൻസ്പാലാണ്. അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് ഗുജറാത്ത് സംസ്ഥാനത്തെ പറ്റിയാണ്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ BRTS ബസ് റാപ്പിഡ് ട്രാൻസിറ്റ് സിസ്റ്റം ബസ് വേ നിലവിൽ വന്ന സംസ്ഥാനം ഗുജറാത്താണ്. ഗുജറാത്തിലെ സൂറത്തിലാണ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ബസ് വേ നിലവിൽ വന്നിരിക്കുന്നത്. സൂറത്തിലെ കുംഭാരിയ മുതൽ കൊഡോദര വരെയുള്ള സ്ഥലത്താണ് ബസ് വേ നിലവിൽ വന്നിരിക്കുന്നത്. ഏകദേശം 108 കിലോമീറ്ററോളം നീളമുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ബസ് റാപ്പിഡ് ട്രാൻസിറ്റ് സിസ്റ്റത്തിന് നിലവിൽ വന്നിരിക്കുന്നത് എവിടെയാണ്? സൂറത്തിലാണ്. ഗുജറാത്തിന്റെ ക്യാപിറ്റൽ നമുക്കറിയാം ഗാന്ധിനഗർ ആണ്. മുഖ്യമന്ത്രി ശ്രീ വിജയ് രൂപാനിയാണ്. ഗവർണർ ശ്രീ ആചാര്യ ദേവ്രത് ആണ്. അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് മധ്യപ്രദേശിലെ ഇൻഡോറിനെ പറ്റിയാണ്. വനിതകൾക്ക് വിവിധ മേഖലകളിൽ പരിശീലനം അവർക്ക് ലഭ്യമാക്കുന്നതിനായിട്ട് ആത്മനിർഭർ ഭാരത് ട്രെയിനിംഗ് സെന്റർ നിലവിൽ വന്നത് മധ്യപ്രദേശിലെ ഇൻഡോറിലാണ്. അപ്പോൾ വനിതകൾക്ക് വിവിധ മേഖലകളിൽ പരിശീലനം ലഭ്യമാക്കുന്നതിനായിട്ട് മധ്യപ്രദേശിൽ ആത്മനിർഭർ ഭാരത് ട്രെയിനിംഗ് സെന്റർ നിലവിൽ വന്നിരിക്കുകയാണ്. മധ്യപ്രദേശിൽ എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻഡോറിലാണ്. മധ്യപ്രദേശിന്റെ ക്യാപിറ്റൽ നമുക്കറിയാം ഭോപ്പാലാണ്. മധ്യപ്രദേശിന്റെ മുഖ്യമന്ത്രി ശ്രീ ശിവരാജ് സിംഗ് ചൌഹാനാണ്. അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് ഇസ്രായേൽ വികസിപ്പിച്ച കോവിഡ് വാക്സിനെ പറ്റിയാണ്. അതിന്റെ പേര് ബ്രീ ലൈഫ് എന്നാണ്. ഇസ്രായേലിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബയോളജിക്കൽ റിസർച്ച് വികസിപ്പിച്ച മനുഷ്യരിൽ പരീക്ഷണം ആരംഭിച്ച കോവിഡ് വാക്സിനാണ് ബ്രീ ലൈഫ് എന്നുള്ളത്. ഇസ്രായേലിന്റെ ക്യാപിറ്റൽ നമുക്കറിയാം ജെറുസലേമാണ്. ഇസ്രായേലിന്റെ കറൻസി ഇസ്രായേൽ ഷെക്കേലാണ്. ഇസ്രായേലിന്റെ പ്രൈം മിനിസ്റ്റർ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ആണ്. അപ്പോൾ ഇസ്രായേലിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബയോളജിക്കൽ റിസർച്ച് വികസിപ്പിച്ച് മനുഷ്യരിൽ പരീക്ഷണം ആരംഭിച്ച കോവിഡ് വാക്സിനാണ് ബ്രീ ലൈഫ് എന്നുള്ളത്. ചിഹ്നഗ്രഹങ്ങളെക്കുറിച്ചുള്ള നാസയുടെ പഠനത്തിനും ഗവേഷണത്തിനുമായിട്ട് നാസ ആരംഭിച്ച ദൌത്യമാണ് ഒസൈറസ് റെക്സ് എന്നുള്ളത്. ഒസൈറസ് റെക്സിന്റെ ഫുൾ ഫോം ഒറിജിൻസ് സ്പെക്ട്രൽ ഇന്റർപ്രിട്ടേഷൻ റിസോഴ്സ് ഐഡന്റിഫിക്കേഷൻ സെക്യൂരിറ്റി റീഗോരിത് എക്സ്പ്ലോറർ എന്നാണ്. അപ്പൊ ഈ ഫുൾ ഫോം ഒന്ന് നോട്ട് ചെയ്ത് വെച്ച് പഠിക്കുക. അപ്പോ റീസെന്റ് ആയിട്ട് ബെന്യു എന്ന ചിഹ്നഗ്രഹത്തിൽ നിന്ന് സാമ്പിളുകൾ ശേഖരിക്കുന്ന നാസയുടെ ബഹിരാകാശ പേടകമാണ് ഒസൈറസ് റെക്സ് എന്നുള്ളത്. നാസയുടെ ആസ്ഥാനം വാഷിംഗ്ടൺ DC ആണ്. നാസയുടെ നിലവിലെ അഡ്മിനിസ്ട്രേറ്റർ ജിം ബ്രൈഡൻസ്റ്റനാണ്. അപ്പൊ ചിഹ്നഗ്രഹങ്ങളെ കുറിച്ച് പഠിക്കുന്നതിനും വിവരങ്ങൾ ശേഖരിക്കുന്നതിനുമായുള്ള നാസയുടെ ബഹിരാകാശ പേടകം ഒസൈറസ് റെക്സ് ആണ്. അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് ഓൺലൈൻ ടാക്സി സർവീസ് ആയ യൂബറിനെ പറ്റിയാണ്. 2020 ഒക്ടോബറിൽ COVID-19 പശ്ചാത്തലത്തിൽ റൈഡർ മാസ്ക് വെരിഫിക്കേഷൻ സെൽഫി ഫീച്ചർ ഇന്ത്യയിൽ ആരംഭിച്ച ടാക്സി സർവീസാണ് യൂബർ. അപ്പോ ഡ്രൈവർമാർക്കായിട്ട് റൈഡർ മാസ്ക് വെരിഫിക്കേഷൻ സെൽഫി ഫീച്ചർ ആരംഭിച്ച ടാക്സി സർവീസാണ്, ഓൺലൈൻ ടാക്സി സർവീസാണ് യൂബർ. അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് ന്യൂസിലാൻഡ് ക്രിക്കറ്റ് താരം ബെൻ ലിസ്റ്ററിനെ പറ്റിയാണ്. COVID-19 സബ്സ്റ്റിറ്റ്യൂട്ട് ആയ ആദ്യ ക്രിക്കറ്റ് താരമാണ് ബെൻ ലിസ്റ്റർ. അപ്പോൾ ഓർമ്മിച്ച് വെച്ചേക്കാം, COVID-19 സബ്സ്റ്റിറ്റ്യൂട്ട് പകരക്കാരനായ ആദ്യ ക്രിക്കറ്റ് താരമാണ് ബെൻ ലിസ്റ്റർ. ന്യൂസിലാൻഡ് താരം മാർക്ക് ചാപ്മന് പകരമായിട്ടാണ് COVID-19 സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് ബെൻ ലിസ്റ്റർ ടീമിലെത്തുന്നത്. ന്യൂസിലൻഡിലെ പ്ലങ്കറ്റ് ഷീൽഡ് ഫസ്റ്റ് ക്ലാസ് ചാമ്പ്യൻഷിപ്പിലാണ് ബെൻ ലിസ്റ്റർ COVID-19 സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് ടീമിൽ ഇടം നേടുന്നത്. അടുത്ത് ഡിസ്കസ് ചെയ്യുന്ന ഒരു വിയോഗമാണ്. 2020 ഒക്ടോബറിൽ അന്തരിച്ച ഇന്ത്യൻ എയർഫോഴ്സിലെ ആദ്യ വനിതാ ഓഫീസറാണ് വിജയലക്ഷ്മി രമണൻ. അപ്പോൾ ഓർമ്മിച്ചു വെച്ചേക്കാം, 2020 ഒക്ടോബറിൽ അന്തരിച്ച ഇന്ത്യൻ എയർഫോഴ്സിലെ ആദ്യ വനിതാ ഓഫീസറാണ് വിജയലക്ഷ്മി രമണൻ. ഇനി ഇന്നത്തെ ക്വസ്റ്റ്യൻ ഓഫ് ദ ഡേ ആണ്. കഴിഞ്ഞ ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക്കാണ്. ഇന്ത്യയിലെ ആദ്യ മൾട്ടി മോഡൽ ലോജിസ്റ്റിക്സ് പാർക്ക് നിലവിൽ വരുന്നത് ഏത് സംസ്ഥാനത്താണ് എന്നതാണ് ഇന്നത്തെ ക്വസ്റ്റ്യൻ ഓഫ് ദ ഡേ. കഴിഞ്ഞ ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പൊ നിങ്ങൾക്ക് ഉത്തരം അറിയാമെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക. ഉത്തരം അറിയില്ലെങ്കിൽ നിങ്ങൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോ തീർച്ചയായിട്ടും കാണുക. ആ പോയിന്റ്സ് ഒക്കെ നോട്ട് ചെയ്ത് വെച്ച് പഠിക്കുക. അതുപോലെ കഴിഞ്ഞ ദിവസം നമ്മൾ ചോദിച്ചിരുന്ന ചോദ്യമാണ്,
ഇന്ത്യയിൽ ഹീങ് കായം കൃഷി ആരംഭിച്ചത് എവിടെയാണ് എന്നുള്ളത്. അപ്പോൾ ഇന്ത്യയിൽ ഹീങ്ങിന്റെ കൃഷി ആരംഭിച്ചിരിക്കുന്നത് ഹിമാചൽ പ്രദേശിലെ ലഹൂളിലും സ്പിതിയിലുമാണ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ടാലന്റ് അക്കാഡമിയുടെ ഡെയിലി കറണ്ട് അഫയേഴ്സ് അപ്ഡേറ്റ്സുകളാണ്. ടാലന്റ് അക്കാഡമിയുടെ ഡെയിലി കറണ്ട് അഫയേഴ്സ് അപ്ഡേറ്റ്സുകൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. ഡെയിലി കറണ്ട് അഫയേഴ്സിന്റെ മറ്റൊരു സെഷനുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. അതുവരെയും ബൈ ബൈ ആൻഡ് താങ്ക് യു.